നമസ്കാരം. ഒരു ദൃശ്യം കാണാനിടയായി. കേരളത്തിലെ കുറേയേറെ വിശ്വാസികളുടെ മനോനിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ദൃശ്യം. ദേ കണ്ടില്ലേ? മാളികപ്പുറം എന്ന സിനിമയിൽ അഭിനയിച്ചു എന്നതിന്റെ പേരിൽ ദേവനന്ദ എന്നൊരു കുട്ടിയെ പരസ്യമായി കണ്ടപ്പോൾ ഒരു മധ്യവയസ്കൻ ചെന്ന് കാലിൽ തൊട്ട് വന്ദിക്കുകയാണ്. എന്താണ് ആ കുട്ടി ചെയ്തത്? അവർ പൈസയും മേടിച്ചുകൊണ്ട് ഒരു ക്യാരക്ടർ റോൾ അഭിനയിച്ചു. അഭിനയിച്ചതിന്റെ പേരിൽ ആ കുട്ടിയെ ദൈവമായി കാണുകയാണ്. എത്രമാത്രം ചിന്താഗതി ഉണ്ട് നമ്മുടെ വിശ്വാസികൾക്കെന്നും ഓരോ വിഷയം ഇവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഇവരുടെ ലോജിക് തോട്ട് അല്ലെങ്കിൽ യുക്തിപരമായ ചിന്ത എത്ര മാത്രം അഗാധമാണ് എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. തിരുത്താനൊന്നും ഞാൻ ആളല്ല, പക്ഷെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. വരും തലമുറയ്ക്കെങ്കിലും കേട്ടിട്ട് കുറച്ച് ബോധോദയം വരട്ടെ എന്നാണ് പറയേണ്ടി വരുന്നത്. കാര്യം പണ്ട് തമിഴന്മാർക്കാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. അതായത് ഇന്ന് നമ്മൾ പരിഷ്കൃത ലോകത്താണ് ജീവിക്കുന്നത് നമ്മൾ പറയുന്നുണ്ട്. ഒരാൾ ഒരു കഥാപാത്രം അഭിനയിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ പോലും പിന്നെ ദൈവമായി കാണുന്ന നിലവാരത്തിലേക്ക് താഴുന്ന മനുഷ്യരാണ് ഉള്ളത്. കാര്യം ഈ സാധാരണഗതിയിൽ മുതിർന്നവരെ നിങ്ങൾ ബഹുമാനിക്കണം, മുതിർന്നവരുടെ മുന്നിൽ മുകളിൽ കയറി ഇരിക്കരുത്, കാലെടുത്ത് മുകളിൽ വെക്കരുത്, ഇങ്ങനെയൊക്കെയാണ് കുറെ തെട്ടൂരങ്ങൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ളത്. കാര്യം മുതിർന്ന ആൾക്കാരാണെങ്കിൽ ബഹുമാനം വാരി വിതരണം, ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് ബഹുമാനം എന്ന് പറയുന്നുണ്ട്. ആ പറയുന്നവർ തന്നെയാണ് ഒരു കുട്ടിയെ കണ്ടപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ അതിനെ ദൈവമായി കണ്ടുകൊണ്ട് പരസ്യമായി കാലി പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ സംഘപരിവാറുകാർ അങ്ങ് ആഘോഷിക്കുകയാണ്. അത് ഒരാളുടെ വിശ്വാസമല്ലേ എന്നാണ്. എന്ത് വിശ്വാസം? മനുഷ്യന് സാമാന്യ യുക്തി ഇല്ലാതെ ഇതൊക്കെയാണോ വിശ്വാസം? ഒരു കുട്ടി ഒരു കഥാപാത്രം അഭിനയിച്ചതാണെന്ന് പോലും ചിന്തിക്കാൻ പറ്റാതെ മാളികപ്പുറം എന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യത്തെ കച്ചവടത്തിന് വേണ്ടി ഒരു സിനിമയാക്കുന്നു. അല്ലാതെ അതുകൊണ്ട് മറ്റു ഗുണത്തിലൊന്നും അല്ല. അത് ഉണ്ടാക്കിയ പ്രൊഡ്യൂസർ, അഭിനയിച്ചവരാരും അതിലൊന്നും സൗജന്യമായിട്ടൊന്നല്ല, ഇളുത്ത് കാശ് മേടിച്ച് നാട്ടുകാരെ പൈസയ്ക്ക് സിനിമ കാണിച്ച് തന്നെയാണ് അതിൽ കച്ചവടം നടത്തിയിരിക്കുന്നത്. ആ കച്ചവടം നടത്തിയ സംഭവം അതുമായി ബന്ധപ്പെട്ട് പോയി കണ്ടവന്റെയൊക്കെ മനോഭാവം എത്രത്തോളം ഉണ്ടെന്നാണ്. ഈ കുട്ടിയെ കാണുമ്പോൾ ഇപ്പൊ ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുകയാണ്. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിക്കണേ. മനുഷ്യരെ കുറെ പേരെയൊക്കെ പഠിക്കാൻ വിട്ടിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഈ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, വിദ്യാഭ്യാസം ഉള്ളവരാണ്, അതുകൊണ്ട് അവരെന്ത് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് അറിയാന്നുള്ളതുകൊണ്ട് ചെയ്യാണ്. വിദ്യാഭ്യാസം കൊണ്ടൊന്നും മനോനില മാറില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയല്ലേ. കൊച്ചുമകളുടെ പ്രായമില്ല, ഒരു കഥാപാത്രം അഭിനയിച്ചു എന്ന പേരിൽ അത് എറണാകുളത്ത് ഒരു സ്കൂൾ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇതിനെയാണ് ക്ഷണിച്ചത്. അതായത് സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ ആ കുട്ടി അഭിനയിച്ച ഒരു ഫ്രെയിമാണ്. അത് വന്ന് ചെയ്യുന്നതിലൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷേ ആ കുട്ടി പോലും ആ മധ്യവയസ്കനെ തിരുത്താനുള്ള മനോനിലയിലേക്ക് എത്തിയില്ല എന്ന് പറയുന്നത് തീർത്തും ഖേദകരമാണ്. ആ കുട്ടിയെ എന്തോ സൈബർ അറ്റാക്ക് നടത്തുന്നു എന്നാണ് പറയുന്നത്. എന്ത് സൈബർ അറ്റാക്കാണ് അതിനെ നടത്തേണ്ടത്? ആ കുട്ടിയെ സൈബർ അറ്റാക്ക് ഒന്നും നടത്തേണ്ട കാര്യമൊന്നുമില്ല. അതിന്റെ മുന്നിൽ അതിന് അത്രമാത്രമേ അറിവേ ഉള്ളൂ. കാര്യം സിനിമാ മേഖലയൊക്കെ നിൽക്കുന്നതുകൊണ്ട് അതിനെ നമ്മുടെ ഈ തത്ത പോലെയാണ് കുറെ കാര്യങ്ങൾ വീട്ടുകാർ പഠിപ്പിച്ച് അതിനെ പ്രസന്റ് ചെയ്യിക്കുക എന്ന ഒരു അവസ്ഥ. അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. കാര്യം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ്. സ്വാഭാവികമായിട്ടും എവിടെയെങ്കിലുമൊക്കെ ചെല്ലുന്ന സമയത്ത് അത് പറയേണ്ട കാര്യങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് അതിനെന്തോ അസാമാന്യ കഴിവുണ്ട്, ദൈവമാണെന്നൊക്കെ വിചാരിക്കുന്ന ഊള മനസ്സുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുന്നത് തീർത്തും ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നാട്ടുകാർ മുഴുവൻ കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ ഈ ദൃശ്യം കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുമ്പോൾ എന്തായിരിക്കും ഈ നാടിനെ കുറിച്ച് വിചാരിക്കുക? ഈ ക്രിസ്തുവിന്റെ വരെ സിനിമകൾ നമ്മുടെ നാട്ടിൽ ചിലർ കഥാപാത്രമായി അഭിനയിച്ചിട്ടുണ്ട്. അത് പലരുടെയും ഉണ്ട്. അത് ഏത് പഴയ കാലഘട്ടത്തിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദൈവങ്ങളുടെ കഥ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ സോഷ്യൽ റിഫോമേഴ്സിന്റെ കഥകൾ വന്നിട്ടുണ്ട്. അവരുടെ വേഷപ്പകർച്ച, അതായത് ഒരു കഥാപാത്രമായി കെട്ടിയാടുകയാണ് ചെയ്യുന്നത്. അതുപോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അത് അഭിനയിച്ചു കഴിഞ്ഞാൽ അവർ ദൈവികമാണ്, ദൈവിക ശക്തിയുണ്ട്, അതിനെ പരസ്യമായി കാല് പിടിക്കാൻ നടക്കുന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ മനോനില എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് ഇവർ പറ്റിക്കപ്പെടുന്നു അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പേരിൽ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കാര്യം. ഏതെങ്കിലും ഒരു ഫാൻസി ഡ്രസ്സ് കെട്ടി ആടിയാൽ മതി, അതിലങ്ങ് വീണോളും. വിശ്വാസമല്ലേ വലുത്? വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുതരം തെറ്റിദ്ധരിപ്പിക്കലാണ്. അപ്പോ മനുഷ്യന്റെ ചിന്താഗതിക്കകത്തേക്ക് ഈ തെറ്റിദ്ധാരണ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം ചിന്താശേഷി ഇല്ലാത്തവനായി ആ വ്യക്തി മാറുമെന്നതിന്റെ തെളിവാണ് ആ പരസ്യമായി കണ്ടത്. ദേവനന്ദ എന്ന് പറയുന്ന ഒരു കുട്ടിയെ കണ്ടാൽ ദൈവമായി ചിന്തിക്കുന്നവർ പണ്ട് ഇതേ ഒരു അവസ്ഥ കണ്ടിട്ടുണ്ട്. ഈ അയ്യപ്പന്റെ സീരിയൽ ഓടിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ശബരിമല ഡ്യൂട്ടി ചെയ്ത സന്ദർഭത്തിൽ ഒരിക്കൽ അയാൾ അവിടെ ദർശനം നടത്താൻ വന്നപ്പോ അയ്യപ്പനാണ്, പിന്നെ ഒറിജിനൽ അയ്യപ്പനല്ല, ഈ ഫാൻസി ഡ്രസ്സ് കെട്ടി ഒരു കഥാപാത്രമാക്കിയ വ്യക്തി പിന്നെ അയ്യപ്പനാണ്. കാലിത്തൊടലായി, കെട്ടിപ്പിടിക്കലായി, അനുഗ്രഹം വാങ്ങിക്കലായി. എന്തോന്ന് മനുഷ്യരാണ് നിങ്ങളൊക്കെ? മനസ്സിലാകാത്തോണ്ട് ചോദിക്കണം. ആ ഒരു പ്രായമായ മനുഷ്യന്റെയൊക്കെ മനോനില കണ്ടിട്ട് ഇത് കണ്ട് ചിലർ ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഒരു സിനിമയിൽ അഭിനയിച്ചാൽ നമുക്ക് ദൈവമാകാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. മനുഷ്യനെ പഠനം കൊണ്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ടോ നവീകരിക്കാമെന്നുള്ളതൊക്കെ തെറ്റായ കാരണമാണ്. മാനസികമായിട്ട് ഇവരെയൊക്കെ നവീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ചെറുതിലെ മുതൽ ഇത്തരം പൊട്ടത്തരങ്ങൾ കണ്ടാൽ അതേപടി അതിനെ തൊട്ട് വന്ദിച്ചോളണം, കിടന്ന് ആരാധിച്ചോളണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ?
ആ SAT ആശുപത്രിയുടെ മുന്നിൽ ഒരു പ്രതിമ കൊണ്ടുവച്ചിട്ടുണ്ട്, അമ്മയും കുഞ്ഞിന്റെയും പ്രതിമ. അതിനെ മാതാവാക്കി ആരാധിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതിനെ നമ്മൾ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പർ സൈഡിൽ സീരിയലിലെയും സിനിമയിലെയും കഥാപാത്രങ്ങളെ കാണുമ്പോൾ അതെല്ലാം ദൈവമാണെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ കൂടി നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറയുമ്പോൾ എത്ര പരിഷ്കരിച്ചെങ്കിൽ എന്ത്? ഇതൊക്കെയല്ലേ പരിഷ്കരിച്ചതിന്റെയൊക്കെ ബാക്കി പത്രങ്ങൾ. ഒരു കഥാപാത്രം അഭിനയിച്ച കുട്ടിയെ പോലും പ്രായഭേദമന്യേ ഇത്രയും പരസ്യമായി കാല് പിടിക്കാനൊക്കെ തയ്യാറാകുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് ഇനിയും വിശ്വാസപരമായിട്ട് പോകുമ്പോൾ പലരും ബിഗ് സീറോ ആണെന്ന് തെളിയിക്കുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് ഈ ഒരൊറ്റ ദൃശ്യം തെളിയിക്കുകയാണ്. എന്നിട്ട് ഇരവാദം പറയുകയാണ് ആ കുട്ടിയെ എന്തോ സൈബർ ആക്രമണം നടത്തുകയാണെന്ന്. ആ കുട്ടിയെന്തോ ആരും സൈബർ ആക്രമണം നടത്താൻ പോകുന്നില്ല. പക്ഷേ ആ ചെയ്ത വ്യക്തി അതേ സൈബർ ആക്രമണം ഇരയാകേണ്ടതാണ്. കാര്യം ഇത്രയും വളർന്നിട്ടും മനസ്സിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഉണ്ട് എന്ന് തുറന്നു കാട്ടുന്ന ഒരു സന്ദർഭമായിരുന്നു. അതുകൊണ്ട് അതൊക്കെ വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്, അതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിക്കൊണ്ട് വരും തലമുറകളുടെ തലച്ചോറിനകത്തെങ്കിലും വെളിച്ചം വരട്ടെ. അതെല്ലാം സിനിമയാണ്, പൈസ മേടിച്ചുകൊണ്ട് ഒരു കഥാപാത്രമായി കെട്ടിയാടി എന്നതിനപ്പുറം അതൊരു സാധാരണ പെൺകുട്ടിയാണ്, അസാമാന്യമായ ഒരു കഴിവുമില്ല, അതിന് അഭിനയിക്കാൻ ശേഷിയുണ്ട് എന്നുള്ളത് മാത്രമാണ് ആ കുഞ്ഞിന്റെ ക്വാളിറ്റി എന്ന് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾക്ക് ബോധോദയം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ആശംസിക്കുന്നുള്ളൂ.